ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഈ ഒരു അവസ്ഥയിലിരുന്ന് തന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്ത കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എൻ്റെ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് മാസമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കൊരു 85 കിലോ ഉണ്ടായിരുന്നു. കാലുവേദനയും എണീറ്റ് നടക്കാനുള്ള ബുദ്ധിമുട്ട് വരെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അവിടെ നിന്ന് ഒരുവിധം 69 കിലോ വരെ എത്തി. ഇനിയും എനിക്ക് ഒരുപാട് കുറയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എക്സസൈസ് ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. അത് ചെയ്യില്ല എന്നുള്ള നിർബന്ധം കൊണ്ടൊന്നുമല്ല, ടൈം ഇല്ലാത്തത് കൊണ്ട് ചെയ്തില്ല. അപ്പം എന്നെപ്പോലെ എക്സസൈസ് ചെയ്യാൻ പറ്റാത്തവർക്കും എങ്കിൽ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കണോ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്നുള്ളത് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ട്രൈ ചെയ്തിരുന്നു. ആദ്യം കുറച്ച് ദിവസമൊക്കെ ഡയറ്റിംഗ് ഒക്കെ തുടങ്ങി ഒന്ന് ആ ട്രാക്കിൽ വീണപ്പോൾ മുതൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ വീഡിയോ ഞാൻ ഒത്തിരി എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കാം. അപ്പോൾ ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഞാൻ ചെയ്തിരുന്നത് 16:8 എന്നുള്ള സ്ലോട്ടാണ്. അതായത് 16 മണിക്കൂർ ഫാസ്റ്റിങ്ങും 8 മണിക്കൂർ ഫുഡ് കഴിക്കുന്ന ഒരു രീതിയും. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര നിർബന്ധം ഇല്ലാത്ത ഒരാളാണ്. കാര്യം കുഞ്ഞിലേ മുതലേ ഞാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. ഒരു കപ്പ് പാലോ എങ്ങാനും ആയിരിക്കും രാവിലെ കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കതൊരു ശീലമാണ്. അപ്പോൾ ഒത്തിരി പേര് പറയുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കരുത്, അത് ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇന്ന് വരെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ആദ്യത്തെ ഫുഡ് കഴിക്കുന്നത് 11 മണിക്കാണ്. അതിന് മുന്നേ ഒരു ഗ്രീൻ ടീ കുടിക്കും, അതിൽ ഷുഗർ ഇടാറില്ല. പിന്നെ പാല് ചേർത്തിട്ട് ചായയോ കാപ്പിയോ ഒന്നും നമുക്ക് ഈ ഫാസ്റ്റിംഗ് ടൈമിൽ കുടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഗ്രീൻ ടീ കുടിക്കാം, ബ്ലാക്ക് കോഫി കുടിക്കാം, ബ്ലാക്ക് ടീ കുടിക്കാം, ഒന്നിലും തന്നെ ഷുഗർ ഇല്ലാതെ കുടിക്കാം. അപ്പൊ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മണിക്ക് തന്നെ ഫാസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പക്ഷെ നിങ്ങളുടെ ഈറ്റിംഗ് വിൻഡോ 6 മണിയാവുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. കഴിക്കുകയും ചെയ്യാം, എങ്കിൽ നമ്മുടെ വെയിറ്റ് വളരെ ഈസി ആയിട്ട് 6 മുതൽ 7 കിലോയൊക്കെ ഒരു മാസം കുറയുകയും ചെയ്യും. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ഈ ഫാസ്റ്റിംഗ് തുടങ്ങേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റ് വീഡിയോസിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി പേർക്കുള്ള ഒരു സംശയമാണ്, ഫീഡ് ചെയ്യുന്ന മദേഴ്സ് ഇത് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പറ്റത്തില്ല. ഫീഡ് ചെയ്യുന്നവർ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഒക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ടയേർഡ് ആവും, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശക്കും, പിന്നെ കുട്ടിക്ക് കിട്ടുന്ന പാലിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഫീഡ് ചെയ്യുന്ന മദേഴ്സ് ഒരിക്കലും ഫാസ്റ്റിംഗ് ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ ചെയ്തതോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അധികം ഫീഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഫീഡ് വളരെ കുറവായിരുന്നു ആദ്യം തന്നെ. എനിക്ക് തോന്നുന്നു അത് ഞങ്ങളുടെ ഫാമിലിയിൽ റൺ ആവുന്നൊരു കാര്യമാണ്. ഒരുപാട് പേർക്ക് ഫീഡ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ എനിക്കും അതുപോലെയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു 3 മാസമായപ്പോൾ മുതൽ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ബോഡി ഒന്ന് റിക്കവർ ആയി എന്ന് എനിക്ക് തോന്നിയപ്പോൾ മുതൽ ഞാൻ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നിങ്ങൾ എന്ത് തന്നെ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേയും ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡയറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ സ്റ്റോപ്പ് ചെയ്തു. എക്സസൈസ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ ഭയങ്കര ഉറച്ചു നിന്നത്. ഇത്തിരി പോലും മധുരം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട്. കാര്യം വർക്കൗട്ടും ചെയ്യുന്നില്ല, മധുരവും കൂടെ കഴിച്ചാൽ എനിക്ക് ഒരു റിസൾട്ടും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് മധുരം തീരെ അങ്ങനെ ചായയിലൊക്കെ മധുരം ഇല്ലാതെ കുടിക്കാൻ പറ്റത്തില്ല എന്നുള്ളവരാണെങ്കിൽ നല്ല രീതിക്ക് വർക്കൗട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഇച്ചിരി മധുരമൊക്കെ കഴിക്കാം. അല്ല വർക്കൗട്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ സ്റ്റോപ്പ് ചെയ്യുക. അത് ഒറ്റ ദിവസം കൊണ്ടൊന്നും സ്റ്റോപ്പ് ചെയ്യണ്ട, മെല്ലെ മെല്ലെ സ്റ്റോപ്പ് ചെയ്താൽ മതിയാവും. ഇനി പലർക്കും ഉള്ളൊരു സംശയമാണ് പാല് കുടിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ ഒരു ദിവസം 1 or 2 ചായ നിർബന്ധമായിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു ഡയറ്റ് ചെയ്യുന്ന സമയത്ത്. എനിക്ക് ചായ ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അപ്പോൾ ചായ കുടിക്കുന്നത് കൊണ്ട് എനിക്ക് വെയിറ്റ് കുറയാതിരിക്കുകയോ വെയിറ്റ് കുറയുന്നത് ഭയങ്കര സ്ലോ ആവുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം 1-2 കപ്പ് ചായയൊക്കെ കുടിക്കാം, പക്ഷെ പഞ്ചസാര ഇടുമ്പോൾ സൂക്ഷിക്കണം. ഇനി പലരും വർക്കൗട്ട് ആകത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഗ്രീൻ ടീ. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഭയങ്കര റിസൾട്ട് തന്നൊരു സാധനമാണ് ഗ്രീൻ ടീ. അപ്പോൾ ഗ്രീൻ ടീ കുടിക്കുന്നതുകൊണ്ട് വണ്ണം കുറയത്തില്ല എന്നൊക്കെ പറയും. ഗ്രീൻ ടീ കുടിക്കുന്നത് വണ്ണം കുറയാനായിട്ടല്ല, നമ്മളുടെ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ്. മെറ്റബോളിസം കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് കാലറി ബേൺ ആകുന്നത് കൂടും. അതുപോലെ തന്നെ നമ്മളുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ക്രേവിങ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാനും ഗ്രീൻ ടീ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഡെയിലി ഒരു കപ്പ് ഗ്രീൻ ടീ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ആ ദിവസത്തിൽ അങ്ങനെ ആവശ്യമില്ലാതെ വിശപ്പ് വരികയോ അല്ലെങ്കിൽ ഒരു കേക്ക് കഴിക്കണം, ബിസ്ക്കറ്റ് കഴിക്കണോ എന്നുള്ള തോന്നലൊക്കെ വരികയോ ചെയ്യില്ല. എനിക്ക് ഭയങ്കരമായിട്ട് അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഗ്രീൻ ടീ ഒന്നും കുടിക്കേണ്ട. ഒരു ദിവസം മാക്സിമം 2 കപ്പ്. ഞാൻ 1 കപ്പേ കുടിക്കാറുള്ളൂ. രാവിലെ എണീക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ 11 മണിക്ക് മുന്നേ 1 കപ്പ് ഗ്രീൻ ടീ. അന്നത്തെ ദിവസം ഫുള്ളും അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാവും. അതിനിപ്പോൾ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഗ്രീൻ ടീ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇനി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന
ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കൽ വെയിറ്റ് ചെക്ക് ചെയ്യുക. ഡെയിലി ചെക്ക് ചെയ്യാൻ പാടില്ല. ഡെയിലി ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ തലേന്ന് കഴിച്ചിട്ടുള്ള ഫുഡിൽ സോൾട്ടൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും. നിങ്ങളുടെ ബോഡിയിൽ ഒരുപാട് വാട്ടർ പിടിച്ചു നിർത്തിയിട്ടുണ്ടാവും. അത് കാരണം വെയിറ്റ് കൂടുതൽ കാണിക്കും. പീരീഡ്സിന്റെ സമയത്ത് നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്താൽ വെയിറ്റ് കൂടുതലായിരിക്കും. അതുപോലെ ഹോർമോണൽ ഫ്ലക്ച്വേഷൻ കാരണം വെയിറ്റ് കൂടാം കുറയാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവാം. അതുകൊണ്ട് ഈ ഡെയിലി വെയിറ്റ് നോക്കുമ്പോൾ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള വെയിറ്റ് ആയിരിക്കില്ല കാണിക്കുന്നത്. വീക്ക്ലി വൺസ് വെയിറ്റ് ചെക്ക് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾ നല്ല രീതിക്ക് ഡയറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ വെയിറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. അത് വലിയൊരു മോട്ടിവേഷൻ ആണ്. പിന്നുള്ളൊരു കാര്യം, ഭയങ്കരമായിട്ട് കഴിച്ചതിന് ശേഷം ഒന്നും വെയിറ്റ് ചെക്ക് ചെയ്യാൻ പാടില്ല. രാവിലെ എണീറ്റ് ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയി ഫ്രഷ് അപ്പ് ആയതിനു ശേഷം വെയിറ്റ് ചെക്ക് ചെയ്യുക. ഫുഡ് കഴിച്ചതിന് ശേഷം വെയിറ്റ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഇനി എന്നെ ഡയറ്റിൽ പിടിച്ചു നിർത്തിയിരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഡയറ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണറെ കൂടെ കണ്ടുപിടിക്കുക. അതായത് ഒരു ഫ്രണ്ട് ആവാം, ഫാമിലി മെമ്പർ ആകാം, നിങ്ങളുടെ കൂടെ ഡയറ്റ് ചെയ്യാനായിട്ട് ഒരാൾ. അതാവുമ്പോൾ നമ്മൾ എന്ത് കഴിച്ചു എന്ന് അവരോട് പറയാം. അല്ലെങ്കിൽ ഒരു വീട്ടിനകത്ത് തന്നെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒന്നിച്ച് ഡയറ്റ് ചെയ്യാനുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാം. സോ അത് നിങ്ങൾക്ക് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരിക്കും. നിങ്ങൾ മാത്രമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ദിവസത്തെ ബോറടിക്കും. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ കളിയാക്കുമ്പോൾ നിങ്ങളങ്ങ് നിർത്തുമ്പോൾ പിന്നെ ഒരു വലിയ ഡയറ്റിങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളങ്ങ് മതിയാക്കും. സോ അങ്ങനെ അബദ്ധം പറ്റാതിരിക്കാനായിട്ട് ഒരു ഡയറ്റ് പാർട്ട്ണറെ കണ്ടുപിടിക്കുക. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരി ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ അവളോട് ഞാനിങ്ങനെ ഇന്ന് എന്തൊക്കെ കഴിച്ചു എന്ന് പറയും, പുള്ളിക്കാരി എന്തൊക്കെ കഴിച്ചു എന്ന് പറയും. ഒരു ദിവസം എനിക്ക് ഡയറ്റിൽ നിൽക്കാൻ പറ്റാതെ തെറ്റിപ്പോയാൽ പുള്ളിക്കാരി എന്നെ മോട്ടിവേറ്റ് ചെയ്യും. അതല്ല, ഞാൻ ഡയറ്റ് പ്രോപ്പറായിട്ട് ചെയ്താൽ അത് കേട്ടിട്ട് ആ കുട്ടിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും. ഓക്കെ, എനിക്കും ചെയ്യണം അങ്ങനെ തോന്നും, നമ്മൾ നിർത്താൻ പാടില്ല എന്ന് തോന്നും. അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങൾ അതിലുണ്ട്. അപ്പം നിങ്ങളൊരു ഡയറ്റ് പാർട്ട്ണറെ കണ്ടുപിടിക്കുക. ഇനി ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വിയർ ചെയ്യാൻ പറ്റാത്തൊരു ഡ്രസ്സ് എടുത്തിട്ട് എവിടെയെങ്കിലും ഹാങ് ചെയ്തിടുക. എന്നിട്ട് ഡെയിലി ഒന്ന് ചിന്തിക്കണം, ഞാൻ വെയിറ്റ് കുറച്ച് എന്നാണേലും ഈ ഡ്രസ്സ് ഇടും എന്ന് വിചാരിക്കണം. അത് വലിയൊരു മോട്ടിവേഷനാണ്. എങ്ങനെയെങ്കിലും ഈ ഡ്രസ്സ് ഇട്ടിരിക്കണം എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ആ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകും. ഞാനത് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ തൂക്കിയിട്ടിരുന്ന ഡ്രസ്സൊക്കെ ഇപ്പം ഇടുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കും അത് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്യണം. അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡയറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ കുറേ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊരു 4-5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ വീണ്ടും കണ്ടു നോക്കിയപ്പോൾ എനിക്ക് തന്നെ അറിയാം, അയ്യോ നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ എന്ന് തോന്നി. എങ്കിൽ വെയിങ് സ്കെയിലിൽ ഭയങ്കര ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാഴ്ചയ്ക്ക് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കൊരു ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. അടുത്തൊരു 4-5 ആഴ്ച ഡയറ്റ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ എനിക്ക് അതിൽ നിന്ന് തന്നെ കിട്ടി. പിന്നെയും ഒരു 4-5 ആഴ്ച പോയപ്പോഴത്തേക്ക് എനിക്ക് വീഡിയോസ് ഒന്നും കാണണമെന്ന് തന്നെ ഇല്ല. ഞാൻ ആ പ്രോപ്പർ ട്രാക്കിൽ വന്ന് വീണ് കഴിഞ്ഞു. എന്നെ ഡയറ്റ് ചെയ്യാൻ ആരും പറയണ്ട, ഡയറ്റ് ചെയ്യാൻ എനിക്കൊരു കാരണം വേണ്ട, അങ്ങനെയൊക്കെ ആയി. ഇതെൻ്റെ രീതിയാണ്, ഇതെൻ്റെ റൊട്ടീനാണ് എന്നുള്ള രീതിയിൽ ഞാൻ എത്തി. അപ്പം നിങ്ങൾക്ക് ഇനിഷ്യലി ഉള്ള മോട്ടിവേഷൻ കിട്ടാനായിട്ട് വീഡിയോസ് എടുത്തു വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഫുഡിനെ കുറിച്ചിട്ടൊന്നും ഇതിനകത്ത് പറഞ്ഞില്ലല്ലോ, അത് പ്രതീക്ഷിച്ചാണ് ഞാനിവിടെ വന്നത് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഫുഡ് എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെന്നിട്ട് കാണാം. ഈ വീഡിയോ ഞാൻ ഫുഡിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചൊരു വീഡിയോ തന്നെ അല്ല. ഒട്ടും മോട്ടിവേഷൻ ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് അല്പം മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെ ഫോളോ ചെയ്യുക. റിസൾട്ട് കിട്ടിയാൽ മറക്കാതെ കമന്റ് ബോക്സിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.